നാഷണൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ നിങ്ങളുടെ SSLC സമയത്ത് നിങ്ങൾ സോഷ്യൽ സയൻസ് ആയിട്ട് പഠിച്ചിരുന്ന പല ചാപ്റ്ററുകളെയും നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മൾ ഒന്നും കൂടെ വിശാലമായ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സയൻസിനും കൊമേഴ്സിനും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിനും ഒക്കെ പൊതുവായിട്ടുള്ള കോമൺ സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും കോർ സബ്ജക്റ്റായിട്ട് വരുന്ന മറ്റൊന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിനും എക്കണോമിക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ഈ ഹ്യൂമാനിറ്റീസിൻ്റെ ഏറ്റവും കോറായിട്ട് വരുന്ന മറ്റൊരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയും. നമ്മൾ സോഷ്യൽ സയൻസിൽ നമ്മളത് പഠിച്ചതാണ്. പല തരത്തിലുള്ള ചരിത്രം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, ലോക ചരിത്രങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ വിശാലമായ രീതിയിൽ നമ്മൾ അത് പഠിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇതിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രമീമാംസ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് പഠിക്കുന്നത്. ആ പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് രാഷ്ട്രവും അതുപോലെ തന്നെ ജനാധിപത്യം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡെമോക്രസി ഒക്കെ പഠിച്ചതാണ്. അതിനെ കുറച്ചും കൂടെ വിശാലമായ രീതിയിൽ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇതിൽ പഠിക്കുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹവും സമൂഹത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹിക വിഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ജാതി, അതുപോലെ തന്നെ ഗോത്രങ്ങൾ, ഇവരെയൊക്കെ സവിശേഷതകളും മറ്റുമൊക്കെയാണ് നമ്മളിത് പഠിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബം, ആ കുടുംബങ്ങൾ തമ്മിലുള്ള രക്തബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യോളജിയിലും പഠിക്കുന്നത്. അപ്പം സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ ഇതിൽ പറയുന്ന മറ്റൊരു സബ്ജക്റ്റാണ് നമ്മളെ സാധാരണ നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചു പോകുന്ന 2 ലാംഗ്വേജ്, ഏതെങ്കിലും ഒന്ന് അറബിക്കോ അല്ലെങ്കിൽ മലയാളമോ ആണ് നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ നാഷണൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. മറ്റുള്ള സ്കൂളുകളിൽ ഹിന്ദി കൊടുക്കാറുണ്ട്, സംസ്കൃതം കൊടുക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്കണോമിക്സ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, അതുപോലെ തന്നെ ലാംഗ്വേജ്, കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷും, ഇങ്ങനെ 6 സബ്ജക്റ്റുകളാണ് നമ്മുടെ ഈ കോഴ്സിലുള്ളത്. ഈ കോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളായിട്ടുള്ള ഒന്നാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ആ പൊളിറ്റിക്കൽ സയൻസ് ആണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ വർഷത്തെ, അതായത് നിങ്ങളുടെ +1 പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്നത്, അതായത് രാഷ്ട്രമീമാംസ എന്ന് പറയുന്ന പേപ്പർ ഡീൽ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പൊളിറ്റിക്സ്, എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് നോക്കാം. രാഷ്ട്രീയവും രാഷ്ട്രീയ മീമാംസയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പ്രക്രിയ, അതായത് ചിലപ്പോൾ അവിടെ സംഘടനമാവാം, അധികാരം നേടിയെടുക്കാനുള്ള സംഘടനകളാവാം, അധികാരം നേടിയെടുക്കാനുള്ള മത്സരം എന്ന് പറയുമ്പോൾ എലക്ഷൻ പോലുള്ള സംഭവങ്ങൾ, അധികാരം നേടിയെടുക്കാൻ വേണ്ടി പരസ്പരം സഹകരിക്കുന്നതാവാം. നിങ്ങൾക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അവിടെ 2-3 പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് UDF, LDF, ഇതൊരു പാർട്ടിയാണോ? അല്ല. UDF എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ കോൺഗ്രസ്, ലീഗ്, മറ്റുള്ള പാർട്ടികൾ കൂടി ചേർന്നതിനാണ് UDF എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ 2-3 പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭരണം അല്ലെങ്കിൽ അധികാരം നേടിയെടുക്കാൻ വേണ്ടി കളിക്കുന്നു. അപ്പോൾ അധികാരം നേടിയെടുക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അതിനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നു? രാഷ്ട്രീയം എന്ന് പറയുന്നു. ചിലപ്പോൾ അധികാരം നേടിയെടുക്കാൻ വേണ്ടി അതിലെ അക്രമങ്ങൾ ഉണ്ടാകും, കൊലപാതകങ്ങൾ വരെ നടത്തും. കാരണം ഒരാളെ ഒരു പാർട്ടിക്ക് ഭീഷണിയാകുകയാണെങ്കിൽ അയാളെ ജീവിച്ചിരുന്നാൽ ആ പാർട്ടി തകർന്നു പോകുന്ന കണ്ട് അയാളെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ അത് സംഘടനമായി. ആ സംഘടന കൊണ്ട് എന്താണ് നേട്ടം? ഇവിടെ അയാൾ ഇല്ലാതായാൽ ഇയാൾക്ക് എന്ത് കിട്ടും? അധികാരം കിട്ടും. അപ്പോൾ അയാളെ ഇല്ലായ്മ ചെയ്യുന്നത് അതും ഒരു രാഷ്ട്രീയം തന്നെയാണ്. ഇനി എന്താണ് ഇപ്പൊ രാഷ്ട്രീയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ രാഷ്ട്രീയവും
അതുപോലെ തന്നെ രാഷ്ട്രമീമാംസയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് ആണ്. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്, അതായത് നമ്മൾ ഈ രാഷ്ട്രീയത്തെ, സംഘർഷങ്ങളെയും മത്സരങ്ങളെയും സഹകരണങ്ങളെയും ഒക്കെ നമ്മളൊരു വിഷയമായിട്ട് എടുക്കുകയും ഒരു വിഷയമായി പഠിക്കുകയും ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് അധികാര മത്സരങ്ങൾ ഉണ്ടാകുന്നു, ആര് എങ്ങനെയാണ് ജയിക്കുന്നത്, എന്താണ് ജനാധിപത്യം എന്നീ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് റിയൽ ആണ്, പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുന്നതാണ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അടിപിടികൾ നടക്കുന്നു, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, അല്ലെ, ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു, പ്രകടനം നടത്തുന്നു, അതൊക്കെ പൊളിറ്റിക്സ് ആണ്. അതിന് നമ്മൾ പഠനം നടത്തുന്ന, അതിനെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോഴാണ് അത് പൊളിറ്റിക്കൽ സയൻസ് ആയി മാറുന്നത്. ഒന്ന് പ്രാക്ടിക്കൽ ആണ്, മറ്റൊന്ന് തിയറിയാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നു, അതൊരു രാഷ്ട്രീയമാണ്, അല്ലെ. പഞ്ചായത്ത് ബോഡിയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെയാണ്, ആരാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, ആരൊക്കെയാണ് മത്സരിക്കുന്നത്, ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും, എന്താണ് സംവരണം. നമ്മളിപ്പോൾ വാർഡിലിപ്പോൾ നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, സ്ത്രീ സംവരണമാണ്, വനിതാ സംവരണമാണ്, അല്ലെങ്കിൽ SC സംവരണമാണ്, അല്ലെങ്കിൽ ST സംവരണമാണ്, ജനറൽ സീറ്റാണ്. എന്താണ് ഇതൊക്കെ? ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, അത് നമ്മൾ പഠിച്ചതാണ്. മൗലിക അവകാശങ്ങൾ നമ്മൾ പഠിച്ചതാണല്ലോ, എല്ലാവർക്കും അറിയാലോ മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെയാണ് മൗലികാവകാശങ്ങൾ, നിങ്ങളൊന്ന് പറഞ്ഞേ. റൈറ്റ് ടു ഈക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, and right to religion, and right to education and culture. Then lastly constitutional remedies, right to constitutional remedies. These are the fundamental rights. അതായത് ഈ 6 മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസപരവും സാംസ്കാരികപരമായിട്ടുള്ള അവകാശങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഭരണഘടനാ പരിഹാര മാർഗത്തിനുള്ള അവകാശം. ഇതാണ് മൗലികാവകാശം. ഇതിനെക്കുറിച്ച് ഓരോ മൗലികാവകാശങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഭരണഘടന എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ പൊളിറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. ഭരണഘടന എന്താണ്? ഒരു കൂട്ടം നിയമങ്ങളുടെ ഒരു സംഹിതയാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. നമ്മൾ ബോയ്സിനൊക്കെ പ്രത്യേകിച്ച് അറിയാം, ഫുട്ബോൾ ടൂർണമെൻറ്റോ ക്രിക്കറ്റ് ടൂർണമെൻറ്റോ ഒക്കെ നടത്തുമ്പോൾ അതിനൊരു പിക്ചർ ഒക്കെ ഇടാറുണ്ട് നമ്മൾ, നിയമാവലി ഇല്ലേ. ആ നിയമാവലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ആ കളി എന്തായിരിക്കണം, ഇന്ന വയസ്സിൽപ്പെട്ട ആളുകളായിരിക്കണം കളിക്കേണ്ടത്, കളി ഇത്ര സമയത്ത് തുടങ്ങും, റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും, അല്ലെ. കളിയിൽ എല്ലാവരും ബൂട്ട് ധരിക്കണം, ഇന്ന ബോളുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇങ്ങനെ പല തീരുമാനങ്ങളും നമ്മൾ എഴുതി വെക്കുന്നതാണ് ഫിക്ചർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത്, ആരാണ് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് ആ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കേണ്ടത്, ആ ഭരണാധികാരിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഭരണാധികാരിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ആ ഭരണാധികാരി അധികാരം പ്രയോഗിക്കുന്ന നമ്മൾക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, അതായത് പൗരൻ എന്ന നിലയിൽ നമുക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട് എന്നിവയൊക്കെ കൃത്യമായി എഴുതി വെച്ച ഒരു നിയമങ്ങളുടെ സംഹിതയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭരണഘടനയിൽ എഴുതി വെച്ച നിയമങ്ങൾ എന്തൊക്കെയാണ്, ആ ഭരണഘടന പ്രകാരം നമുക്ക് നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യയിൽ ഉള്ള സംവരണ വ്യവസ്ഥിതികളെ കുറിച്ച് നമ്മളിപ്പോൾ ഇന്ത്യയിലെ പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിരിക്കാം, സംവരണ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള സർക്കാർ 10% സംവരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയൊരു ഓർഡിനൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത്ര ശതമാനം സംവരണം മുന്നോക്കക്കാരിൽ പിന്നോക്കമായ വിഭാഗങ്ങൾക്കൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് സംവരണം എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ സംവരണം ആർക്കായിരുന്നു കൊടുത്തിരുന്നത്, പിന്നീട് ഇപ്പോൾ ഈ ഒരു സംവരണം എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഏകദേശം ഇന്ത്യയുടെ
ഭരണഘടന എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരണം നടക്കുന്നതെന്നും ആരാണ് ആ ഭരണം നിയന്ത്രിക്കുന്നതെന്നും എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ എന്തെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ടോ, നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങൾ ആരെങ്കിലും, ഏതെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ മറ്റിലാരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതെല്ലാം പഠിച്ചു വെച്ചാൽ ഇതൊക്കെ നമുക്ക് കൂട്ടി എഴുതി എക്സാമിൽ പാസ്സായാൽ നമുക്ക് +2 പൊളിറ്റിക്കൽ സയൻസ് പാസ്സാവാനും സാധിക്കും. നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ചെയ്യും, അതോടൊപ്പം നമുക്ക് ഒരു കോഴ്സ് പാസ്സാകുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതിന് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ഇൻ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നതാണ്. പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് സെക്കൻഡ് പാർട്ട് പറയുന്നത്. അതിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീതി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെയൊക്കെ തിയറിറ്റിക്കൽ അതല്ലെങ്കിൽ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, എന്താണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് എന്താണ് നിയമം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഈ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമം എന്ന് പറഞ്ഞാൽ പല സമയത്തും നമുക്കറിയാം ചില കൺസ്ട്രെയിൻസ് ആണ്, അതായത് നിയന്ത്രണങ്ങളാണ്. ചിലത് ചെയ്യരുത്, അരുത് എന്ന് പറയുന്നതാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇങ്ങനെ തിയറി അല്ലെങ്കിൽ സിദ്ധാന്തം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗമാണ് നമ്മളെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. രാഷ്ട്രീയ സിദ്ധാന്തങ്ങളാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. അങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളും കൂടെ കൂടിച്ചേർന്നതാണ് നമ്മുടെ +1 പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഭരണഘടന എന്താണെന്നുള്ളത് പറയുന്നു, സെക്കൻഡ് പാർട്ട് പൊളിറ്റിക്കൽ തിയറി എന്താണെന്ന് പറയുന്നു. ഇത് ആകെ നമുക്ക് പരീക്ഷയ്ക്ക് 80 മാർക്കിനാണ് ഈ രണ്ട് പാർട്ടിൽ നിന്നും കൂടെ ചോദിക്കുന്നത്. അതിൽ നമുക്ക് വെറും 24 മാർക്ക് കിട്ടിയാൽ നമ്മൾ ആ സബ്ജക്റ്റ് പാസ്സാകും. അത്യാവശ്യം ഒന്ന് ടെക്സ്റ്റ് ബുക്കും മറ്റും ക്ലാസ് ഒക്കെ നന്നായി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ 50% മാർക്ക് കിട്ടും, അതായത് 40 മാർക്ക് കിട്ടും. ഒന്നും കൂടെ അത്യാവശ്യം കാര്യമായിട്ട് നോക്കുന്ന ഒരു ദിവസം തന്നെ 1 മണിക്കൂറും 2 മണിക്കൂറും അല്ലെങ്കിൽ രാവിലെ 1 മണിക്കൂർ രാത്രി 1 മണിക്കൂർ ആ 1 മണിക്കൂർ വീതം വെച്ച് പഠിക്കുന്നവനാണെങ്കിൽ 70 മാർക്ക് കിട്ടും. ഫുൾ ടൈം പഠിക്കുന്ന ആളാണെങ്കിൽ 100ൽ 100, അതായത് പൊളിറ്റിക്സിൽ A+ കിട്ടും. 80 മാർക്കിൽ 80 കിട്ടും. പോരാത്തതിന് 20 മാർക്ക് പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്ന അധ്യാപകനെ ഞാൻ തരുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങളെ വിലയിരുത്തിയതിന് ശേഷം തരുന്നതാണ്. ആ മാർക്കും നിങ്ങൾ കിട്ടും. ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയാൽ 100ൽ 100 A+ കിട്ടാൻ 100ൽ 100 വേണ്ട, 92 എബോ ആണ് A+ കിട്ടുന്നത്. അത് സിമ്പിളായിട്ട് കിട്ടും. ഒരുപാട് ആളുകൾക്ക് ഇവിടെ പൊളിറ്റിക്കൽ സയൻസിൽ A+ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും കിട്ടും. അപ്പോൾ നമുക്ക് ഒന്ന് ഇരുന്ന് ഓൺലൈൻ ക്ലാസ്സിലൂടെ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കുക, അതൊക്കെ അതിലുണ്ടോ നോക്കുക, എന്നിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എഴുതി വെക്കുക. ഇത്രയുമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം എന്താണ് +1 പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.